ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാബ് അസിസ്റ്റന്റിന്റെ സ്ട്രാറ്റജി പ്രകാരം നമ്മൾ 85 ക്വസ്റ്റ്യൻസ് വളരെ ഭംഗിയായി എങ്ങനെയാണോ ക്വസ്റ്റ്യൻ വരുന്നത് അതേപോലെ കോഡ് ഉണ്ടാക്കി എല്ലാം ചെയ്തതിന് ശേഷം, ഓക്കെ, അത് നല്ല രീതിയിൽ പോയതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് ഭാഗമാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. ഓക്കെ, നമ്മുടെ കയ്യിൽ ഓഗസ്റ്റ് 2 ഒരു മാസമുണ്ട്. കൃത്യമായി പറയണ ഒരു മാസമില്ല, പക്ഷെ ഒരു മാസം ഉണ്ട് നമ്മൾ വിചാരിക്കുന്നു. അതിനനുസരിച്ച് നമ്മളൊരു 4 വീക്കിന്റെ ടൈം ടേബിൾ തരുന്നതായിരിക്കും. ഓക്കെ, ആ ടൈം ടേബിൾ എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത്, എന്താണ് KPSM മെത്തേഡ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാനിൽ 90 മാർക്ക് നേടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, എൻ്റെ പേര് കിരൺ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും @കിരൺ സ്റ്റഡി സർക്കിൾ എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിൽ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതുമാണ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാലോ? ഓക്കെ, അപ്പം നമ്മൾ ലാബ് അസിസ്റ്റന്റ് എക്സാമിൽ നമ്മൾ കണ്ടതാണ്. ഓക്കെ, ആരെങ്കിലും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സ്ട്രാറ്റജി പ്ലേലിസ്റ്റിൽ സ്ട്രാറ്റജി പോർഷനിൽ നമുക്ക് ലാബ് അസിസ്റ്റന്റിന്റെ 2025 ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ വന്നതും നമ്മൾ പറഞ്ഞതും എന്ന രീതിയിൽ കൃത്യമായിട്ട് അവിടെ പ്രെഡിക്റ്റ് ചെയ്തതും വന്നതും എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം 2025 എങ്ങനെയാണ് വളരെ സ്മാർട്ടായിട്ട് എഴുതുക എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ലക്ഷ്യം എന്താ? 90 മാർക്ക് വേണം. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാൻ പഠിക്കാൻ പറഞ്ഞത് മാത്രമേ പഠിക്കാവുള്ളൂ. 2, ഞാൻ പഠിക്കാൻ പറഞ്ഞ രീതിയിൽ മാത്രമേ പഠിക്കാവുള്ളൂ. സർ, ഈ 2 കാര്യങ്ങളും മനസ്സിലായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ KPSM മെത്തേഡ് അനുസരിച്ച്, ഇനി എന്താണ് KPSM മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള PSC സ്റ്റഡി മെത്തേഡ് എന്നാണ്. പിന്നെ എൻ്റെ പേര് കിരൺ ആയതുകൊണ്ട് കിരൺസ് PSC സ്റ്റഡി മെത്തേഡ് എന്ന് വിളിക്കാവുന്നതാണ്. ഓക്കെ, അതും കൂടി കൊണ്ടാണ് അങ്ങനെ ഒരു പേരിട്ടത്. ഈ KPSM മെത്തേഡ് എന്താണെന്നുള്ളത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ പ്ലേലിസ്റ്റിൽ സ്ട്രാറ്റജിയിൽ പോവാം. ഡിഗ്രിക്ക് സെപ്പറേറ്റ് ആയിട്ടും 10th 12 എക്സാമിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ KPSM മെത്തേഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. നമ്മുടെ KPSM മെത്തേഡിന്റെ കറണ്ട് അഫെയർ സ്ട്രാറ്റജിയിലേക്ക് പോകുക. നമ്മളൊരു വീഡിയോ ഇടുന്നുണ്ട്. ആ വീഡിയോയിൽ എങ്ങനെയാണ് കറണ്ട് അഫെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടാവും. അതേപോലെ നമ്മുടെ ഒരു ചാനലുണ്ട്, @കിരൺ സ്റ്റഡി സർക്കിൾ 1 2 3, അല്ലെങ്കിൽ @കിരൺ സ്റ്റഡി സർക്കിൾ ഗ്രൂപ്പ് ഉണ്ട്. ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ഫയൽസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആക്ച്വലി കറണ്ട് അഫെയർ സ്ട്രാറ്റജി കിട്ടും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അതിലുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഡെയിലി പോയിട്ട് കറണ്ട് അഫെയർ എല്ലാം വായിക്കാൻ ഞാൻ പറയുന്നില്ല. ഓക്കെ, നമ്മളൊരു വീക്ക്ലി ടൈം ടേബിൾ തരുന്നുണ്ട്. ആ ടൈം ടേബിൾ എന്ത് ചെയ്യണം? പഠിക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ, നമുക്കൊരു 1.5 മണിക്കൂറുണ്ട്. ആ 1.5 മണിക്കൂർ എങ്ങനെ ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാമാണ് നമ്മൾ ഇനി കറന്റ്ലി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിൽ പറഞ്ഞ കാര്യം കിരൺസ് അല്ലെങ്കിൽ കേരള PSC സ്റ്റഡി മെത്തേഡ് എന്നാണ് KPSM മെത്തേഡിന്റെ ഫുൾ ഫോം. ഇത് നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മൾ ഹോൾ സിലബസ്, മുഴുവൻ സിലബസ് നമ്മൾ എന്ത് ചെയ്യില്ല? പഠിക്കില്ല. 60% സിലബസ് നമ്മൾ എന്ത് ചെയ്യും? വിടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ശരിയായിട്ട് തന്നെ കേട്ടത്. നമ്മളെല്ലാം പഠിക്കാൻ പോകുന്നില്ല, എല്ലാം പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങളുടെ ഒപ്പീനിയനിൽ PSC കിട്ടേണ്ടത് ഒരു പഞ്ചവത്സര പദ്ധതിയായിട്ടാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാം പഠിച്ചോളൂ, ഡീറ്റെയിൽ ആയി പഠിച്ചോളൂ, എല്ലാ സിലബസും കവർ ചെയ്തോളൂ, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അല്ല, എൻ്റെ മെത്തേഡാണ് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്ന എല്ലാം വിടേണ്ടി വരും. ഓക്കെ, സിലബസിന്റെ 60% നിങ്ങൾ വിടേണ്ടി വരും. 40% മാത്രമേ നിങ്ങൾ പഠിക്കേണ്ടി വരുള്ളൂ. ഓക്കെ അല്ലേ? ആ 40%ത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട? എല്ലാം ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട കാര്യമില്ല. ഞാൻ അതിനെ 2ആയി ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഞാൻ ഫാക്ട്, ഫോർ എക്സാമ്പിൾ, ഞാനൊരു ടോപ്പിക് എഴുതി വെച്ചിട്ടുണ്ട്, ഗുരുവായൂർ സത്യാഗ്രഹം. ഓക്കെ, അതിന്റെ നേരെ ഞാൻ ഫാക്ട് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പോയി പഠിക്കേണ്ട കാര്യമില്ല. ബേസിക് ആയ കാര്യങ്ങളും PYQസും മാത്രം പഠിക്കുക. ഇനി ഞാനൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, അതിന്റെ പേരാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം. അതിന്റെ നേരെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പൊ ഒരു 40% സിലബസ് ഞാൻ എഴുതി തരും. ഓക്കെ, ഓരോ വീക്ക് ആയിട്ട്. ആ വീക്കിൽ എല്ലാത്തിന്റെയും നേരെ ഏതൊക്കെയാണ്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ഒന്നെങ്കിൽ ഫാക്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്.
അതേ മോഡലിലെ ക്വസ്റ്റ്യൻ വരാൻ പറ്റുള്ളൂ. എന്നാലാണ് ഞാൻ ഈ പറയുന്നത് കറക്റ്റ് ആവുള്ളൂ. അപ്പൊ ഞാൻ എടുക്കുന്ന റിസ്ക് നിങ്ങൾ മനസ്സിലായില്ലേ? ഞാൻ ചുമ്മാ എഴുതി വെച്ചിട്ട് കാര്യമില്ല. ആ ടോപ്പിക് വരണം, അതേ മോഡലിൽ ക്വസ്റ്റ്യൻ വരണം, അതേ രീതിയിൽ ക്വസ്റ്റ്യൻ വരണം, അങ്ങനെ വരണം. ഓക്കെ, നിങ്ങൾ ഡീറ്റെയിൽ ആയി പഠിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കണം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വരേണ്ടത്. ബേസിക് ആയി പഠിച്ചാൽ കിട്ടാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കണം ഫാക്ട് എന്ന് പറഞ്ഞാൽ വരേണ്ടത്. ഇത്രയും മനസ്സിലായല്ലോ? ഫാക്ട് ആണ് എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ ബേസിക് ആയ ഡാറ്റയും PYQസും പഠിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇനി ഞാൻ ഫാക്ട് എഴുതി വെച്ചിട്ട് ഡീറ്റെയിൽ ആയി പഠിക്കാൻ നിന്നാൽ ഈ പരിപാടി നടക്കില്ല. ഓക്കെ, മൊത്തം സിലബസും ക്ലിയർ ചെയ്തിട്ട് ഞാൻ എക്സാമിന് പോകുള്ളൂ പറഞ്ഞാൽ ഈ പരിപാടി നടക്കില്ല. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ, നമ്മൾ ചെയ്യാൻ പോകുന്ന പിന്നെ ഈ KPSC മെത്തേഡിന് വാല്യൂ ഇല്ലല്ലോ. ഇത്രയും കുറച്ച് പഠിച്ച് നമുക്ക് എന്ത് കിട്ടണം? 90 മാർക്ക് കിട്ടണം. 1-2 മാർക്കല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്, 90 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? കിട്ടണം. ഇത്രയും കാര്യം ഓക്കെയാണ്? ഫൈൻ. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുക? ഡീറ്റെയിൽഡ് പഠിക്കുക. ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 മോഡൽ ക്വസ്റ്റ്യൻസ് വരും. ഒന്നിന്റെ പേര് ഫാക്ട്, എന്താ പറയാ, 1857 വിപ്ലവത്തില് പങ്കെടുത്ത എന്താ പറയാ ഝാൻസിയിൽ നിന്ന് പങ്കെടുത്ത പോരാളിയുടെ പേരെന്താണ്? റാണി ലക്ഷ്മിബായ്, താന്തിയ തോപ്പി, കുൻവർ സിംഗ്, ഓക്കെ എന്നൊക്കെ പറഞ്ഞു, ബഹദൂർ ഷാ എന്നൊക്കെ പറഞ്ഞ 4 ഓപ്ഷൻ തരുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ഫാക്ട്. ഇനി ഇതേ കാര്യത്തെ 1857 വിപ്ലവത്തിന് ഒരു ഭാഗത്ത് പങ്കെടുത്ത നേതാക്കൾ, ഒരു ഭാഗത്ത് അവര് യുദ്ധം നയിച്ച സ്ഥലങ്ങൾ എന്ന് പറഞ്ഞ് കറക്റ്റായി മാച്ച് ചെയ്യാൻ പറയുകയാണെങ്കിൽ അതിന്റെ പേരാണ് മാച്ച് ദ ഫോളോയിങ്. ഗാന്ധിജിയുടെ 4 സത്യാഗ്രഹം തന്നിട്ടുണ്ട്. ആ സത്യാഗ്രഹം ആദ്യം നടന്നത് ഏതാണ്, അവസാനം നടന്ന ഏതാണ് എന്ന് പറഞ്ഞ് ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതാൻ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ടൈം ലൈൻ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അനാലിസിസ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അനാലിസിസ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം തന്നിട്ടുണ്ടാവും, അതിനെ നിങ്ങൾ അനലൈസ് ചെയ്തതിനു ശേഷം അതിന്റെ ഇമ്പാക്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ GDP കൂടിയിട്ടുണ്ട് എങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ധനക്കമ്മി എന്ത് ചെയ്തിട്ടുണ്ട്? ആക്ച്വലി കൂടിയിട്ടുണ്ട് എങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ എന്താ നടക്കാൻ പോകുന്നത്? ഓക്കെ, ഒരു പഞ്ചായത്തില് 75% സ്ത്രീകളാണ് ജയിച്ചിരിക്കുന്നത് എങ്കിൽ പഞ്ചായത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ വിളിക്കുന്നവരാണ് അനാലിസിസ് ക്വസ്റ്റ്യൻ. ഈ 6 ടൈപ്പാണ് ഇപ്പൊ PSCയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 8 മാസമായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിലിംസ് തൊട്ടേ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സാമാണ് എന്ത്? അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് പുതുതായി കാണുന്നവരാണെങ്കിൽ ഓക്കെ അല്ലേ, ഈ 1 മന്ത് പ്രോഗ്രാം, അതായത് നമ്മുടെ ഇവിടെ ചാനൽ ഈ ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്ന 1 മന്ത് പ്രോഗ്രാം എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെ ഫോളോ ചെയ്യാം. ഇനി ഈ പ്രിപ്പയർ ചെയ്ത ആളുകളാണെങ്കിലും ഞാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ, ഈ സമയത്ത് ഞാൻ പറഞ്ഞതല്ലാതെ എക്സ്ട്രാ ഒരു വാക്ക് പഠിക്കാൻ കൂടി ഞങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ പറഞ്ഞത് മാത്രം എന്തുണ്ടാവുള്ളൂ? പഠിക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാമിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഒന്ന്, ടൈം മാനേജ്മെന്റ് പറ്റും. സാർ സിലബസ് തീരുന്നില്ല, എത്ര പഠിക്കണം എന്ന് അറിയുന്നില്ല, എന്തൊക്കെയാണ് പ്രശ്നം എന്നുള്ള ടൈമെല്ലാം തീരും. ഓക്കെ അല്ല, പ്രശ്നമെല്ലാം തീരും. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യില്ല? മിസ്സാവില്ല. നിങ്ങൾക്കൊരു എക്സാക്ട് ഐഡിയ കിട്ടും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അത് നിങ്ങളുടെ കോൺഫിഡൻസ് എന്ത് ചെയ്യും? ബൂസ്റ്റ് ചെയ്യും. ഇതെല്ലാം ചേർന്നതിന് ശേഷം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, എക്സാമിന് ശേഷമല്ല, എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഈ സ്ട്രാറ്റജി അനുസരിച്ച് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എഴുതി വെക്കും. ഓക്കെ, ഇങ്ങനെയാണ് എക്സാം വരാൻ പോകുന്നത്, 1.5 മണിക്കൂർ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എഴുതി വെക്കും. ഓക്കെ, ആ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നതായിരിക്കും. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ ഞാൻ പറഞ്ഞിരിക്കുന്നത് അതേപോലെ അറ്റൻഡ് ചെയ്യുക, അതേ ഓർഡറിൽ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കിട്ടും? ആക്ച്വലി 90 മാർക്ക് കിട്ടും. അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഞങ്ങളുടെയാണ്. ഓക്കെ, ഇനി സബ്ജക്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ പോകുന്ന കാര്യം ഹിസ്റ്ററി. ഓക്കെ, ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ കേരള ഹിസ്റ്ററി മാത്രമല്ല, കേരളം, ഇന്ത്യ, ഇവിടെ എന്തുണ്ട്? വേൾഡ് ഹിസ്റ്ററി, ലോകം ഹിസ്റ്ററി. ഇതൊരു വലിയ സിലബസ് അല്ലേ, ഒരുപാട് പഠിക്കാനല്ലേ. ഇതിന് ഞാൻ ചുരുക്കി തരും. ഓക്കെ അല്ലേ, ഒരു 8 or 6 ടോപ്പിക് ആയിട്ട് ചുരുക്കി തരും. അത് മാത്രം പഠിച്ചിട്ട് പോവാം. ഓക്കെ, ഭൂമിശാസ്ത്രം, ജോഗ്രഫി, അതിൽ എന്തുണ്ട്? ജോഗ്രഫിയുടെ തിയറി പാർട്ട് ഉണ്ട്, ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്, പിന്നെ കേരള ജോഗ്രഫി ഉണ്ട്. ഇതൊരു വലിയ പോർഷൻ അല്ലേ. ഇത് ഞാൻ കുറച്ച് ടോപ്പിക്സ് എഴുതി തരും. ആ ടോപ്പിക്സ് മാത്രം പഠിക്കുക, ബാക്കിയെല്ലാം വിടുക. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന വലിയ സംഭവം അല്ലേ. ഓക്കെ, അതൊന്നും ഞാൻ കുറച്ച് ടോപ്പിക്സ് എഴുതി തരും, അത് മാത്രം പഠിക്കുക, ബാക്കിയുള്ളത് വിടുക. കേരളം ഭരണവും ഭരണ സംവിധാനവും, കേരള അഡ്മിനിസ്ട്രേഷൻ, ഇതിൽ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി തരും, അത് മാത്രം പഠിക്കുക, ബാക്കിയെല്ലാം വിടുക. ഓക്കെ, ബയോളജി, ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി തരും, അത് മാത്രം പഠിക്കുക, ബാക്കിയെല്ലാം
വിടുക. ഫിസിക്സ് ഇത്രയും എന്തുണ്ട്, സിലബസ് ഉണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി തരും, അത് മാത്രം പഠിക്കുക, ബാക്കിയുള്ളത് വിടുക. ഓക്കെ. കെമിസ്ട്രി 3 മാർക്ക്. ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി തരും, അത് മാത്രം പഠിക്കുക, ബാക്കിയുള്ളത് വിടുക. ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ. ഓക്കെ, ഇത്രയും ഉണ്ട് സിലബസ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി തരും, അത് മാത്രം പഠിക്കുക, വിടുക. സാർ അപ്പം എന്താ പഠിക്കേണ്ടത് എന്ന് ഡൗട്ട് വരും. ഓക്കെ അല്ലേ? വരുത്താം. ഓക്കെ, ഇതാണ് IT. ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി തരും, അത് മാത്രം പഠിക്കുക, വിടുക. ഓക്കെ. മാത്സ്, ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി തരും, അത് മാത്രം പഠിക്കുക, വിടുക. റീസണിങ്, ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി തരും, അത് മാത്രം പഠിക്കുക, വിടുക. ഓക്കെ. ഇംഗ്ലീഷ്, ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി തരും, അത് മാത്രം പഠിക്കുക, വിടുക. വൊക്കാബുലറി, ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി തരും, അത് മാത്രം പഠിക്കുക, ബാക്കിയുള്ളത് വിടുക. ഓക്കെ സാർ, പിന്നെ എന്താ ബാക്കി? ഒന്ന് എക്കണോമിക്സ്. ഓക്കെ, ഡീറ്റെയിൽ ആയി പഠിക്കാൻ വേണ്ടി ഞാൻ പറയുന്ന ഒന്നാമത്തെ സബ്ജക്ട് എക്കണോമിക്സ്. രണ്ടാമത്തെ സബ്ജക്ട് ആക്ട്സ്, സുപ്രധാന നിയമങ്ങൾ. ഓക്കെ. മൂന്നാമത്തെ സബ്ജക്ട് മലയാളം. ഇനി നിങ്ങൾ തന്നെ പറ. ഓക്കെ, നിങ്ങളുടെ സമയമില്ലേ? ആകെ 3 സബ്ജക്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് ആ സബ്ജക്റ്റുകളെല്ലാം. ഓക്കെ, മാക്സിമം കാര്യങ്ങൾ. ബാക്കിയുള്ളതെല്ലാം വിടുകയാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി PSC പഠിക്കാൻ സമയമില്ല എന്ന് പറയൂ. സമയത്തിന്റെ കുഴപ്പമുണ്ടോ? ഇനി കറണ്ട് അഫെയറിന്റെ പ്രശ്നം. ഓക്കെ, കറണ്ട് അഫെയർ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പഠിക്കേണ്ട കറണ്ട് അഫെയർ ഏതാണെന്ന് എഴുതി തരും, KPSM സ്ട്രാറ്റജി അനുസരിച്ച്. അത് മാത്രം പഠിച്ചിട്ട് പോവാം. ന്യൂസ് എന്ന് കറണ്ട് അഫെയർ ഉണ്ടാവും. ഓക്കെ, 1-2 മാർക്ക്. നമ്മൾ പറയുന്നത് 20 മാർക്കിൽ 18 മാർക്ക്. നിങ്ങൾക്ക് 18 വേണം, 2 വേണം, നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. അപ്പൊ മന്ത്ലി ഡെയിലി കറണ്ട് അഫെയർ എന്ത് സംഭവിക്കുന്നു? മന്ത്ലി എന്താണ്? PSC ബുള്ളറ്റിംഗ് എന്താണ്? ഓക്കെ അല്ലെ? കറണ്ട് അഫെയറിന്റെ ഒരു വലിയ ബുക്ക് വാങ്ങി അതെല്ലാം വായിച്ച് പഠിക്കുന്നു, അതൊന്നും വേണ്ട. ഓക്കെ, നമ്മൾ പറയുന്ന ടോപ്പിക് മാത്രം എന്ത് ചെയ്യുക? പഠിച്ചിട്ട് പോവാം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 90 മാർക്ക്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ ജോബ് നിങ്ങളുടെയാണ്. ഓക്കെ, ഇനി പറ, 1 മാസം കൊണ്ട് ഈ കാര്യം ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ അല്ലേ? ഓൾറെഡി ഇതേ രീതിയിൽ പഠിച്ചു വരുന്നതാണെങ്കിൽ അവർക്ക് ഇത് ഒന്നും അല്ല. ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആളാണെങ്കിൽ 1 മാസം കൊണ്ട് ഞാൻ ഈ പറയുന്ന ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിച്ച്, ഓക്കെ അല്ലേ, പറയുന്ന രീതിക്ക്. ഫാക്ട് ആണെങ്കിൽ അങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ പോയിട്ട് ഡീറ്റെയിൽ ആയി പഠിക്കണം, വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെയുണ്ട്, ഓക്കെ, ഒരുപാട് ഡാറ്റ തന്നിട്ടുണ്ട്, ഒരുപാട് സംഭവം, ഒരുപാട് നോട്ട്സ് ഉണ്ട്, SCERT ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും എന്നോട് പറയേണ്ട കാര്യമില്ല. ഓക്കെ അല്ല, ഗൈഡിൽ ഇങ്ങനെയുണ്ട്. ഞാൻ ഫാക്ട് ആണ് പറഞ്ഞതെങ്കിൽ ഫാക്ട് പഠിക്കുക. ഓക്കെ, അല്ല ഞാൻ സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞതെങ്കിൽ സാർ SCERT അത്ര ഇല്ല, ഓക്കെ, വേറെ സ്ഥലത്ത് ഇങ്ങനെയുണ്ട്, പഠിക്കുക. സ്റ്റേറ്റ്മെന്റ് അത്രയും പഠിക്കുക. ഞാൻ സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞതെങ്കിൽ ഡീറ്റെയിൽ ആയി പഠിക്കുക. ആ രീതിയിൽ വേണം പഠിക്കാൻ. അതിനനുസരിച്ചാണ് ഞാൻ ടൈം ടേബിൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഈ വീഡിയോ ഇവിടെ റെക്കോർഡായിട്ട് കിടക്കും. 1 മാസം കഴിഞ്ഞതിന് ശേഷം അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ എന്തുണ്ടാവും? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടാവും, ആക്ച്വൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ഇതെല്ലാം ഞാൻ കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്ത് ആക്ച്വലി ഇതാ ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, ആ വീഡിയോ കാണുമ്പോൾ സന്തോഷിക്കുന്ന ആളായിരിക്കണം നിങ്ങൾ, കാരണം ജോലി കിട്ടി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഓക്കെ. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ @Kiran സ്റ്റഡി സർക്കിൾ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ജോയിൻ ചെയ്ത് ചോദിക്കാവുന്നതാണ്. 10th +2മായി ബന്ധപ്പെട്ട എല്ലാ എക്സാമുകൾക്കും, ഡിഗ്രി എക്സാമുകൾക്ക് ഒരു ചാനൽ ഉണ്ട്, അതിൽ ജോയിൻ ചെയ്തവർക്ക് ഡൗട്ട് ചോദിക്കാനും എല്ലാം വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് @Kiran സ്റ്റഡി സർക്കിൾ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളെല്ലാം ഓക്കെ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ, ഓക്കെ, ഗ്രൂപ്പിൽ ഞാൻ വീഡിയോ ലിങ്ക് ഇടുന്നതിൻ്റെ താഴെ തൊട്ട് ആദ്യത്തെ വീക്കിന്റെ ടൈം ടേബിൾ ഫോളോ ചെയ്യാനുണ്ടാവും. അതേ രീതിയിൽ പഠിച്ചു തുടങ്ങുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ അല്ലേ? അസിസ്റ്റന്റ് സെയിൽസ്മാൻ നിങ്ങളുടെ ആയിരിക്കണം, നിങ്ങൾക്കാണ് കിട്ടേണ്ടത്. ഓക്കെ, കുറച്ച് പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് കിട്ടണം. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കറണ്ട് അഫെയറിനെ കുറിച്ച്. എവറിത്തിങ് യു ഗിവ് ടു മീ. ഓക്കെ, ആ ടെൻഷൻ അടിക്കേണ്ടതും ആ കാര്യങ്ങൾ ചെയ്യേണ്ടതും എല്ലാം എന്ത് ചെയ്യുക? എന്നിലേക്ക് വിടുക. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ PSC കിട്ടണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. 3 കാര്യങ്ങൾ വേണം. 1 ഹാർഡ് വർക്ക്, അത് നിങ്ങൾ തന്നെ ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ സ്മാർട്ട് വർക്ക്, ഞാൻ ചെയ്തു തരുന്നുണ്ട്. മൂന്നാമത്തെ ലക്ക്. ഓക്കെ, ലക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് പോയി, നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആയിരുന്നു, പക്ഷെ PSC ഒരു 15 ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു, നിങ്ങളുടെ മാർക്കൊക്കെ പോയി. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഡൗൺ ആയില്ലേ? അത് നിങ്ങളുടെ കുറ്റമാണോ? ഓക്കെ, അതൊരു ലക്കില്ലേ? ആ 3 കാര്യങ്ങളും എന്ത് ചെയ്യണം? ഒരുമിച്ച് വരുമ്പോഴാണ് ജോലി കിട്ടുക.
രണ്ട് കാര്യം നമ്മുടെ കയ്യിലാണ്, ഒരു കാര്യം നമ്മുടെ കയ്യിലല്ല. ഓക്കെ, അപ്പൊ കയ്യിലുള്ള കാര്യം എന്ത് ചെയ്യുന്നു, നമ്മൾ ബെറ്റർ ആയിട്ട് ചെയ്യുന്നു. സോ ട്രസ്റ്റ് മീ, ഈ രീതിയിൽ പഠിക്കുക. ഓക്കെ അല്ലേ? എക്സാം കഴിഞ്ഞതിന് ശേഷം എന്നെ അറിയിക്കുക, ഞാൻ പറഞ്ഞ പോലെ അല്ലേ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ടാറ്റ, ബൈ ബൈ, ക്ലിയർ.